ഡോറ് തള്ളി തുറക്കുന്ന സൗണ്ട് ഇട്ടുകൊണ്ട് വെളിയിൽ പോയി നോക്കിയപ്പോൾ താണ്ടട നിൽക്കുന്ന പോകാല് കുഞ്ഞ്. ഞങ്ങളിന്ന് ഇവിടെ പോകാന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നൊരു സർക്കാർ ജോലി. നമ്മളെങ്ങോട്ടാ പോലെ പോകുന്നത്? നമ്മൾ എംപ്ലോയ്മെന്റില്ല, ഗവൺമെന്റ് ജോലി വാങ്ങിയിട്ട് നമ്മൾ അടങ്ങത്തുള്ളൂ. അവളുടെ അച്ഛൻ അവിടെ ഇരിക്കുന്ന എടുത്ത് വെച്ചേക്കും. ഗവൺമെന്റ് ജോലി ഞാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിയത് കിട്ടിയാ നല്ലതല്ലേ? എനിക്കും ചിലപ്പോൾ പിന്നീട് കിട്ടിയാലോ. കിട്ടിയാലും അത്ര പിന്നെ ഞങ്ങൾ ഫസ്റ്റ് കയറി ആദ്യം പോസ്റ്റ് ഓഫീസിൽ ഇറങ്ങി. അവൾക്കൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാനാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ എനിക്കില്ല. പക്ഷേ അവൾക്ക് കിട്ടിയപ്പോൾ അത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ അവളത് എന്തോ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ അത് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒപ്പിട്ട് വാങ്ങിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്തത് കാണാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പോൾ അവളത് ഞാൻ പൊട്ടിക്ക് എന്നങ്ങനെ പറഞ്ഞ് അവളെ കൊണ്ട് ലാസ്റ്റ് ഞാനത് പൊട്ടിച്ചു. പാൻ കാർഡ് എങ്ങനെ ഇരിക്കുന്നത് അറിയില്ല. ഇതാണ് പാൻ കാർഡ്. സർപ്രൈസ് പൊട്ടിച്ചു. പെർമനന്റ് അക്കൗണ്ട് നമ്പർ കാർഡ്. ഇതുകൊണ്ടിട്ട പൈസ കിട്ടുമോ? യെസ് ഗുയ്സ്, അവൾക്ക് കിട്ടിയത് പാൻ കാർഡാണ്. പാൻ കാർഡ് കിട്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് അവൾക്കും അറിഞ്ഞൂടാ, കൂടെ നടക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ജസ്റ്റ് അത് കാണാലോ എന്ന് വിചാരിച്ച് പൊട്ടിച്ച് നോക്കിയത്. അത് വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോയത് ആദ്യം പറഞ്ഞില്ല ഗവൺമെന്റ് ജോലി വാങ്ങിക്കുന്ന കാര്യം, അതിൻ്റെ കാര്യത്തിലാണ്. അപ്പോഴാണ് അവൾ പറയുന്നത് നമുക്ക് പിരികം ത്രെഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അവളുടെ പിരികം ത്രെഡ് ചെയ്യാനായിട്ട് ഒരു ബ്യൂട്ടി പാർലറിലോട്ട് പോയി. അവൾക്ക് നല്ല കട്ടിയുള്ള പിരികം ഉള്ളതുകൊണ്ട് തന്നെ അവളെ പിരികം എടുക്കുന്ന സമയത്ത് കിടന്ന് കരയാറാണ് ഗുയ്സ് പതിവ്. കാരണം നല്ല വേദന എടുക്കും, നല്ല കട്ടിയുള്ള പിരികാണ് അവളുടെ. കൊണ്ട് അതൊക്കെ എടുത്തതിന് ഞങ്ങളുടെ കൊച്ചു സുന്ദരിയായിട്ട് തിരിച്ചു വന്നു. പിന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി നമ്മൾ 2 ഷേക്ക് കുടിക്കാൻ പോയി. അവളൊരു സ്നിക്കേഴ്സിൻ്റെയും ഞാനൊരു ഓറിയുടെ ഷേക്കാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സർക്കാർ ജോലി വേണമല്ലോ, അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ നേരെ എംപ്ലോയ്മെൻറ്റ് ഓഫീസിലോട്ട് പോയി. വെയ്യാത്ത വെച്ചായതുകൊണ്ട് കസേരയിൽ ഇരുന്നോളം ഞാൻ പറഞ്ഞു. അതുപോലെ പറയുന്നത് കേട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ മുകളിലത്തെ നിലയിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിലോട്ട് പോയി. നമ്മൾ ഉദ്ദേശിച്ച കാര്യമൊക്കെ നടന്നു വന്നപ്പോഴത്തേനും വൈകിട്ടായി ഗുയ്സ്. പിന്നാണെങ്കിൽ ഈ ടവറിൻ്റെ, അതായത് റവന്യൂ ടവർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന ആ സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഏറ്റവും മുകളിൽ പോയി നിന്നാൽ താഴോട്ട് കാണാൻ നല്ല രസമായിരുന്നു. മാത്രമല്ല വൈകിട്ട് ആ ഒരു സമയമൊക്കെ ആയിരുന്നു. പിന്നെയാണെങ്കിൽ നമ്മൾ തിരിച്ച് ബസ് കയറി വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ 2 പേരുടെ ടൈം എൻ്റെ വീട്ടിൽ വന്നു. പിന്നെ അവളെ തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.